കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ഗുരുതരമായ വെല്ലുവിളിയുമായി കെ സുധാകരന്റെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ KR അബ്ദുൽ ഖാദർ രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. കെ സുധാകരനെതിരെ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ നാടകം ആരംഭിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ആരംഭിച്ചതാണ്. അതിൻ്റെ പര്യവസാനം കെ സുധാകരനെ ഡൽഹിയിലും കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം അദ്ദേഹത്തിനെ നാണം കെടുത്തി പ്രവർത്തകരുടെ മുന്നിൽ ഒരു സ്ഥാനമോഹിയാക്കി ചിത്രീകരിച്ചും കൊണ്ട് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ മത്സരിക്കുന്ന ആളെ ആക്കി അദ്ദേഹത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളയും ആയിരക്കണക്കിന് ഷോയിബുമാറും ഇനിയുണ്ട്. അവർക്കൊക്കെ സണ്ണി വക്കീൽ ചെയ്ത ചതി മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ മതേതര മുഖങ്ങളായ പ്രിയപ്പെട്ട റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന ഈ കണ്ണൂർ കിട്ടുന്ന സീറ്റിന് അദ്ദേഹത്തിനെതിരെയും ഇവർ ആരോപണങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. പശുവിനെ കൊന്ന ആളാണ്, അതുകൊണ്ട് റിജിൽ മാക്കുറ്റിക്ക് സീറ്റ് കൊടുത്താൽ കേരളത്തിൽ മറ്റുള്ള സീറ്റുകളിനെ ബാധിക്കും. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വളർന്നു വരുന്ന ഓരോ നേതാക്കൾ, ഇപ്പം VP റഷീദ് തളിപ്പറമ്പിൽ നിന്ന് ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം UDFൻ്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അപ്പോൾ VP റഷീദിനെ ബോധപൂർവം അത് ഇവിടത്തേക്ക് തട്ടി ധർമ്മടത്തേക്ക് തട്ടി ചില ആളുകളുടെ ഫോക്കസാക്കി പാർട്ടിയെ മാറ്റിയത് കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒന്നെങ്കിലും പാർട്ടിക്ക് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ കേസ് കൊടുക്കുക. ഇപ്പം 100 കണക്കിന് കേസുകളുണ്ട്. പക്ഷേ ഇവരെയൊന്നും ആരെയും പേരിൽ കേസില്ല. ഫൈൻ അടക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞാൽ ഇരിക്കൂറിലൊക്കെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ കെ സുധാകരൻ KPCC പ്രസിഡൻ്റായി വന്നതിന് ശേഷം മാത്രം 3 പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട്. പരിസര പ്രദേശത്തൊക്കെ പാർട്ടി ഓഫീസുകളുണ്ട്. പക്ഷേ ഇതൊക്കെ അവസാനം ഒരു ഘട്ടം എത്തിയപ്പോൾ ആണ് ഈ സണ്ണി വക്കീലിനെ പോലുള്ള ആളുകൾ ഒറ്റ രാത്രി കൊണ്ടാണ് കയറി വരുന്നത്. ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്നാണ് DCC പറയുന്നത്. കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആള്, നിങ്ങളുടെ ഫേസ്ബുക്ക് വാളടക്കം ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഒരാൾ, ഇത് പറയാനും ഇത് ഉയർത്താനും നിങ്ങൾ ആരാണ് എന്നാണ് DCC ചോദിക്കുന്നത്. കാപ്പാട രമേശൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ കൂടുതൽ താക്കോല് കൊടുത്തിട്ട് ഇപ്പോൾ 14 ദിവസമായിട്ടുള്ളൂ, 15 ദിവസമായിട്ടുള്ളൂ. എന്നെ ഇവർ പുറത്താക്കി എന്ന് പറയുന്നത് 6 മാസം മുന്നെയാണ്. അത് ഇരിക്കൂർ ബാങ്കിൽ UDFൻ്റെ നേതൃത്വത്തിൽ നടന്ന വൻ അഴിമതി ഞാൻ പുറത്തു പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്തിലാണ് UDF നേതൃത്വം ലീഗ് ഉൾപ്പെടെയാണ് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ അജണ്ടയുടെ ഭാഗം എന്നെ പുറത്താക്കിയത്. അല്ലാണ്ട് വേറെന്ത് കാരണത്തിന് എന്നെ പുറത്താക്കി? നിങ്ങൾ ഈ പറയുന്ന കോക്കസിൽ സണ്ണി ജോസഫിനൊപ്പം മറ്റാരൊക്കെയാണുള്ളത്? മാർട്ടിൻ ജോർജ് ഉണ്ട്, ടിയോ മോഹൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ആരൊക്കെ അതിൻ്റെ പിന്നിലുള്ളവരെല്ലാം. സുധാകരനെതിരെ കത്തെഴുതി എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു കത്ത് പുറത്തു വന്നത്, അത് ഒറിജിനൽ കത്ത് തന്നെയാണോ നിങ്ങൾ? 100% ഒറിജിനൽ കത്ത് എന്ന് വിശ്വസിക്കുന്നതല്ല, ഒറിജിനൽ കത്താന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കത്തിൽ വ്യാജമല്ലാന്ന്. നിങ്ങൾ കണ്ടല്ലേ? സുധാകരൻ്റെ വാക്ക് നമ്മളെ ഫൈനൽ വാക്ക്. ഇപ്പം പത്രസമ്മേളനം വിളിച്ച് തൽക്കാലത്തേക്ക് അവിടുന്ന് ഇനി പത്രസമ്മേളനം നടത്തരുതെന്ന് എൻ്റെ അടുത്ത് സുധാകരൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്മാറിയതാണ്. അപ്പോഴാണ് മാർട്ടിൻ ജോർജ് ചോദിക്കുന്നത് കോൺഗ്രസ് അല്ലാത്ത ആളെങ്ങനെയാണ്? മാർട്ടിൻ ജോർജും 2-3 ആളാണ് ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിനെ തീരുമാനിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്. കെ സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ സണ്ണി ജോസഫ് ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് തിരഞ്ഞെടുപ്പിലൂടെ പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്ന സുധാകരനെ സണ്ണി ജോസഫ് നിർബന്ധിച്ച് മത്സരിപ്പിച്ചത് അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അബ്ദുൽ ഖാദർ ആരോപിച്ചു. ഡൽഹിയിൽ ചർച്ചയ്ക്കായി കൊണ്ടുപോയി സുധാകരനെ നാണം കെടുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുസ്ലിം സമുദായത്തിന് കോൺഗ്രസിലുള്ള വിശ്വാസം തകർത്ത സണ്ണി ജോസഫ് സമുദായത്തെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫിനെതിരെ വോട്ട് ചെയ്ത് ശക്തമായി തിരിച്ചടി നൽകാൻ തന്റെ അനുയായികളോടും ബന്ധുക്കളോടും ആഹ്വാനം ചെയ്ത അബ്ദുൽ ഖാദറിന്റെ നിലപാട് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സംശുദ്ധമായ രാഷ്ട്രീയത്തിന് പകരം വഞ്ചനയാണ് സണ്ണി ജോസഫ് നടത്തുന്നതെന്ന ആരോപണം കണ്ണൂരിലെ UDF കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്.